പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാന്ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗുരുവായൂരപ്പാ ശരണം. ഗുരുഭ്യോ നമ. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ സാരമായിട്ടുള്ള ഫലമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെയും സാരമായത് നാരായണീയം. വാതരോഗപീഡയുമായി ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി എത്തിച്ചേർന്ന മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ ശ്രീമദ് ഭാഗവതം കൊണ്ട് ഉപാസിച്ച് നാരായണീയം എന്നുള്ള സ്തോത്രകാവ്യം ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഓരോ ദശകങ്ങളായി സമർപ്പിച്ച് എട്ടാം ദശകം രചിക്കാൻ തയ്യാറാവുന്നു. നൈമിത്തിക പ്രളയവും ഭഗവാന്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ഏവം താവൽ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാഭൂയസ്ത്വത്തയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. പ്രാകൃത പ്രക്ഷയാന്തേ, മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ കൽപ്പത്തിൽ അഥവാ ബ്രാഹ്മകൽപ്പത്തിൽ ഇപ്രകാരം ജന്മം ലഭിച്ചതായ ബ്രഹ്മാവ് വീണ്ടും പൂർവകൽപ്പത്തിലെന്ന പോലെ സൃഷ്ടിയെ ആരംഭിക്കുന്നു. ഭഗവാനിൽ നിന്ന് ലഭിച്ചതായ ആ വേദങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിയെ ആരംഭിക്കുന്നത്. സോയം ചതുര്യുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീയർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം. അങ്ങനെ പൂർവകൽപ്പത്തിലെ പോലെ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു. അങ്ങനെയുള്ള സ്വയം ആ ബ്രഹ്മാവ് ചതുര്യുഗ സഹസ്രമിതാനി 1000 ചതുർയുഗം കാലമാകുന്ന പകല്, അതാണ് ബ്രഹ്മാവിൻ്റെ ആ പകലാണ് കൽപ്പെന്ന് പറയുക. കൽപ്പ 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാൽ പകൽ എന്ന് കിട്ടും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പകലാണ് 1000 ചതുർയുഗങ്ങൾ. ആ പകല് 1000 ചതുർയുഗമാകുന്ന ആ പകല്, അതുപോലെ അത്രയും രാത്രി കാലവും 1000 ചതുർയുഗം തന്നെയാണ് ബ്രഹ്മാവിൻ്റെ രാത്രി. അപ്പോൾ ഏകദേശം 2000 ചതുർയുഗമാണ് രാത്രിയും പകലും. ആ കാലങ്ങളൊക്കെ ബഹുശഃ നിനായ, പല പ്രാവശ്യം നയിച്ചു എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും, പകല് രാത്രിയും, അങ്ങനെ ദിനരാത്രങ്ങൾ ബ്രഹ്മാവ് പലതും കഴിച്ചുകൂട്ടി. ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചതായ ലോകത്തോടു കൂടി നിന്ദ്രുവടിയിൽ ഗുരുവായൂരപ്പനിൽ തന്നെ ലയിച്ച് ഉറങ്ങുന്നു. ഇതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് അറിവുള്ളവർ പറയുന്നു. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് ദിവസവും രാത്രിയും ഉണ്ടാകുന്ന പ്രളയം. ബ്രഹ്മാവ് ദിവസവും രാത്രി ഭഗവാനിലേക്ക് ലയിക്കുമ്പോൾ അഥവാ ഉറങ്ങുമ്പോൾ എല്ലാ പ്രപഞ്ച വസ്തുക്കളും ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാം ബ്രഹ്മാവിലേക്ക് തന്നെ ലയിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉറക്കത്തിനാണ്, ആ ഉറക്ക സമയത്തുള്ള രാത്രി കാലത്തിനാണ് ആ ചതുർയുഗം 1000 ചതുർയുഗത്തിനാണ്
നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ രാത്രികാലത്തുള്ള 1000 ചതുർയുഗത്തിനാണ് നൈമിത്തിക പ്രളയമെന്ന് വിദ്വാൻമാർ പറയുന്നത്. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദാൽ പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തദാപി സൃഷ്ടി. പുനഃ സഹ, ആ ബ്രഹ്മാവാകട്ടെ, പുനഃ പിന്നീട് ഭവൽ പ്രസാദാൽ ഗുരുവായൂരപ്പ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അനുദിനം എല്ലാ ദിവസവും അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം, നമ്മളെപ്പോലുള്ളവരൊക്കെ പ്രഭാതത്തിൽ ദിവസവും ചെയ്യുന്ന പോലെ, സ്നാനാദി കൃത്യങ്ങളെയൊക്കെ ദിവസം ചെയ്യുന്നത് പോലെ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? സൃഷ്ടിം കരോതി, സൃഷ്ടികർമ്മത്തെ അനുഷ്ഠിക്കുന്നു. പ്രാക് ബ്രഹ്മകൽപ്പജനുഷാം പരായുഷാം തു തദാപി സുപ്തപ്രബോധന സമാ സൃഷ്ടി അസ്തി. അതായത് മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായിട്ടുള്ള ആൾക്കാരുണ്ട് പലരും. അഥവാ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ കൂടെ ലയിച്ചവരായിട്ടുള്ള പലരുണ്ട്, ചിരഞ്ജീവികളായിട്ടുള്ളവർ. അവരും ഈ കൽപ്പാരംഭത്തിൽ ഉറങ്ങി ഉണരുന്നതിന് തുല്യമായിട്ടുള്ള സൃഷ്ടിക്രിയാവിശേഷം അനുഭവിക്കുന്നു. അഥവാ മാർക്കണ്ഡേയാദി ചിരഞ്ജീവികളായിട്ടുള്ളവരും അവർക്കും കൽപ്പാദിയിൽ സൃഷ്ടിയുണ്ട്. അവർക്ക് മുൻകൽപ്പത്തിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഓർമ്മയുള്ളത് കൊണ്ടാണ് അവരുടെ സൃഷ്ടി ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന പോലെ എന്നിവിടെ പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ കാലത്ത് എണീറ്റ് സ്നാനാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ബ്രഹ്മാവും ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം കൊണ്ട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ സൃഷ്ടിക്കപ്പെട്ട പലരുമുണ്ട്, ചിരഞ്ജീവികളായിട്ടുള്ളവർ. അവരൊക്കെ ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് ബ്രഹ്മാവിൽ ലയിക്കുന്നുണ്ട്. കാലത്ത് ബ്രഹ്മാവ് എണീറ്റ് സൃഷ്ടി തുടങ്ങുമ്പോൾ അവരും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന പോലെ അവരും പ്രവർത്തിക്കുന്നു. പഞ്ചാശദബ്ദമധുനാ സ്വവയോർധ്വരൂപമേകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഇപ്പോഴുള്ള ഈ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായിട്ടുള്ള 50 കൊല്ലമാകുന്ന ഒരു പരാർദ്ധം സംവത്സരം കടന്നു പോന്നിരിക്കുകയാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനായിട്ടുള്ള ഗുരുവായൂരപ്പ ഭൂമൻ എന്ന് സംബോധന ചെയ്യുന്നു. ഇവിടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, ബ്രാഹ്മാദി കൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പ അവസാന രാത്രിയിലുണ്ടായിട്ടുള്ള നിദ്രവഴിയുടെ ലീലകളെയും അനന്തരം ആത്മകൽപ്പ ആരംഭത്തിനുള്ള നിന്തിരുവഴിയുടെ ലീലകളെയും ഞാനിതാ വർണ്ണിക്കുന്നു എന്നിങ്ങനെ 4ാമത്തെ ശ്ലോകത്തിൽ സമർപ്പിക്കുന്നു. ദിനാവസാനേധ സരോജയോനിസുഷുപ്തി കാമസ്ത്വയി സന്നിലില്ലേ ജഗന്തി ച ത്വജ്ജഠരം സമീയു തദേദമേ കാർണവമാസ വിശ്വം. ദിനാവസാനേ അഥ സരോജയോനി സുഷുപ്തി കാമഃ ത്വയി സന്നിലില്ലേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഹു തദാ ഇദം ഏകാർണവം ആസ വിശ്വം. അനന്തരം ബ്രഹ്മാവ് കൽപ്പാവസാനത്തിൽ ദിനാവസാനത്തിൽ സുഷുപ്തികാമഃ ത്വയി സന്നിലില്ലേ, ഉറങ്ങാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിച്ചു. ലോകങ്ങൾ അവിടുത്തെ ഉദരത്തിൽ വന്ന് ലയിക്കുകയും ചെയ്തു. ബ്രഹ്മാവ്
ഭഗവാനിലും വന്ന് ലയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭുവനം ഒരു മഹാസമുദ്രമായി തീർന്നു എന്നിങ്ങനെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ലോകമൊരു പെരുവെള്ളം മാത്രമായി തീർന്നപ്പോൾ ഭുവനേ ജലൈകശേഷേ, ലോകം തന്നെ ഒരു ജലാശയം മാത്രമായിട്ട് അവശേഷിച്ചപ്പോൾ തവ ഏവ വേഷേ ഫണിരാജിശേഷേ, ഗുരുവായൂരപ്പ അവിടുത്തെ തന്നെ രൂപാന്തരമായിട്ടുള്ള നാഗരാജാവായിട്ടുള്ള ശേഷനിൽ അങ്ങ് ത്വം ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ, ആനന്ദഘനാനുഭൂതി സ്വരൂപനായിട്ട്, ആനന്ദസ്വരൂപനായിട്ട് തൻ്റെ യോഗനിദ്രയാൽ ലാഞ്ചിതനായിട്ട് നിദ്രയെ ചെയ്തു. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാ കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയ ഇതി, പ്രബോധയേതി, പ്രബോധയ ഇതി ആദിശത കില ആദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്ര അഖില ജീവധാംന. തത്ര ആദൗ, ആ പ്രളയാരംഭത്തിൽ പരിസുപ്തശക്തിവ്രജേന, തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോടുകൂടിയവനും എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ അവിടുന്ന് അഖില ജീവധാംന ത്വയ, പരിസുപ്തശക്തി വ്രജേന അഖില ജീവധാംന ത്വയ, അങ്ങനെയുള്ള അവിടുന്ന് പ്രളയാവസാനേ, പ്രളയാവസാനത്തിൽ പ്രബോധയായി ഉണർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉണർത്തുക എന്ന് കാലാഖ്യശക്തിയും ആദിശത പ്രസുപ്തങ്കില, കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് നിദ്രയിലാണ്ടു പോലും. ഭഗവാൻ യോഗനിദ്രയിൽ പോകുന്ന സമയത്ത്, നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാലത്ത് ആരോടെങ്കിലും പറയില്ലേ നേരത്തെ വിളിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ പോകുന്നത് പോലെ യോഗനിദ്രയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തുക എന്ന് കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് നിദ്രയിലേക്ക് പോയി. ചതുര്യുഗാണം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, ത്വയി അദ്വിതീയേ, സർവേശ്വരനായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങ് കേവലനായി ചതുര്യുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ, 1000 ചതുര്യുഗങ്ങൾ മുഴുവനും ഇപ്രകാരം യോഗനിദ്രയിലാണ്ടപ്പോൾ കാലാഖ്യശക്തി, ആ കാലം എന്നിവരായിട്ടുള്ള ശക്തി ആദ്യം ഉണർന്ന് അവിടുത്തെ ഉണർത്തുകയും ചെയ്തുവല്ലോ. നേരത്തെ ഉണർത്തു എന്ന് കാലമാകുന്ന ശക്തിയോട് പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോൾ തന്നെ 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ ആ കാലാഖ്യശക്തി ആദ്യം ഉണർന്ന് അവിടുത്തെ ഉണർത്തുകയും ചെയ്തു. അഥവാ ഭഗവത് ആജ്ഞയനുസരിച്ച് ഒരു ദാസിയെപ്പോലെ കാലം മുമ്പുണർന്ന് പ്രഭുവിനെ ഉണർത്തുന്നു എന്ന് താല്പര്യം. ബിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ, അല്ലയോ ജലമധ്യത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ലോകനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പ, വിശ്വേശ ലോകനാഥ, ത്വം വിബുദ്ധ്യച്ച, അവിടുന്ന്
യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ, ജഗത്ത് മുഴുവൻ തന്നെയായിട്ട് കണ്ടിട്ട് സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു തേഷു ഏവ ദൃഷ്ടിം ദദാഥ, സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. സായിക്ഷത എന്നൊക്കെ ഉപനിഷത്ത് പ്രസിദ്ധമാണല്ലോ. കാലശക്തി യോഗനിദ്രയിൽ നിന്ന് ഭഗവാനെ ഉണർത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ജഗത്ത് മുഴുവൻ തന്നിൽ സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ട് അതിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു എന്നർത്ഥം. തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. തതഃ ത്വദീയാദ് ഐ, അല്ലയോ ഗുരുവായൂരപ്പ, അനന്തരം ത്വദീയാദ് അങ്ങിൽ നിന്ന്, ഗുരുവായൂരപ്പനിൽ നിന്ന്, നാഭിരന്ധ്രാത് ആ ഗുരുവായൂരപ്പൻ്റെ നാഭിപത്മത്തിൽ നിന്ന്, നാഭി ദ്വാരത്തിൽ നിന്ന്, ഉദഞ്ചിതം ആവിർഭവിച്ചു. എന്താവിർഭവിച്ചു? കിഞ്ചന ദിവ്യപത്മം, ഒരു ദിവ്യമായിട്ടുള്ള പത്മം, താമര ആവിർഭവിച്ചു. നിലീന നിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം, തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം മൊട്ടായിത്തീരുന്നതുമായിട്ടുള്ള അവർണ്ണനീയമായിട്ടുള്ള ഒരു അത്യത്ഭുതമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പത്മം ആവിർഭവിച്ചു എന്ന് പറയുന്നു. അഥവാ ഗുരുവായൂരപ്പ അവിടുത്തെ നാഭിയിൽ നിന്ന് ഈ തന്നിലേക്ക് തന്നെ ലയിച്ചതായിട്ടുള്ള സകല പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലായിരിക്കുന്ന ഒരു മൊട്ടുപോലെയുള്ള അവർണ്ണനീയമായിട്ടുള്ള അത്യത്ഭുതമായിട്ടുള്ള ഒരു ദിവ്യപത്മം ആവിർഭവിച്ചു. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്തൽ. തദേതത് അംഭോരുഹ കുട്മളം തേ, തത് ഏതത് അംഭോരുഹ കുട്മളം, ജഗത്കാരണമായിട്ടുള്ള ഈ താമരമൊട്ട്, തേ കളേബരാത്, കളേബരാത് തോയപഥേ പ്രരൂഢം, തേ കളേബരാത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന്, തോയപഥേ പ്രരൂഢം വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, ബഹിർനിരീതം വെള്ളത്തിന് വെളിയിൽ ഉയർന്ന്, പരിതഃ സ്ഫുരദ്ഭി നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തികളാൽ, സ്വധാമഭി ധ്വാന്തം അലം ന്യകൃന്തൽ, ധ്വാന്തമലം ന്യകൃന്തൽ, ധ്വാന്തം അലം ന്യകൃന്തൽ. അഥവാ ജഗൽക്കാരണമായിട്ടുള്ള ഈ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ നാഭിൽ നിന്നുണ്ടായിട്ടുള്ള ആ താമരമുട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, വെള്ളത്തിന് വെളിയിൽ ഉയർന്ന്, നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തികളാൽ കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു, എല്ലാ തരത്തിലുള്ള അന്ധകാരത്തെയും ഇല്ലാതെയാക്കി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ ഭവദ്വീര്യധൃതേ തസ്മിൻ സരോജേ. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ, ഇതളുകൾ വിടർന്നതും അത്യത്ഭുതവും നിന്തിരുവടിയുടെ ഗുരുവായൂരപ്പ അവിടുത്തെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ ആ പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് ആവിർഭവിച്ചു. സ്വയം പ്രബുദ്ധാഖില വേദരാശി സ പത്മജന്മ വിധി ആവിരാസിയിൽ, ആ പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് ആവിർഭവിച്ചു. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ
മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസ വിഷ്ണോ. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വം ഇത്തം ഉത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണോ. നനു പരാത്മൻ വാതാലയവാസ വിഷ്ണോ. പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വിഷ്ണു, അസ്മിൻ പാത്മകൽപ്പേ, ഈ പാത്മകൽപ്പത്തിൽ, ഇത്തം ഉത്ഥാപിത പത്മയോനി, ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അപരിച്ഛിന്ന മാഹാത്മ്യശാലിയുമായ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും. രോഗങ്ങൾക്കെല്ലാം കാരണം രാഗാദികളാണെന്ന് പറയും. ഇപ്പോൾ മേൽപ്പത്തൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാതരോഗമാണ്. അപ്പോൾ വാതാദികളാകുന്ന ബാഹ്യരോഗങ്ങളെയും അതിന് കാരണമായിട്ടുള്ള രാഗാദികളായിട്ടുള്ള ആഭ്യന്തര രോഗങ്ങളെയും നിവാരണം ചെയ്യണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും എന്നിങ്ങനെ. മമ രോഗരാശിം നിരുന്ധി. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഉപാസന നടത്തി ഉണ്ടായ സ്തോത്രകാവ്യമാണ് നാരായണീയം. ഈ 8ാമത്തെ ദശകത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ വിദുരമൈത്രേയ സംവാദ രൂപത്തിൽ വരുന്ന തൃതീയ സ്കന്ധത്തിൽ വരുന്ന 8ാമത്തെ അധ്യായത്തിലുള്ള 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ദശകത്തിന് ആധാരമായിട്ട് വരുന്നത്. ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഈ ദശകം സമർപ്പിക്കുന്നത് പോലെ നമുക്കും ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെയും ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും രോഗങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും നല്ലൊരു ജീവിതം സാർത്ഥകമായി തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.